ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്ന്. പിന്നെ നമ്മൾ എവിടെയാണ് വന്നിട്ടുള്ളതെന്ന് അത് ഞാൻ പറയാം. തമിഴ്നാട് കേരള ബോർഡറിലുള്ള നെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നെട്ടയോ അല്ല, നെട്ട, തമിഴ്നാട് കേരള ബോർഡറിലുള്ള. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ആ വ്യൂ ഒന്ന് കണ്ടിട്ടോ. ഫ്രണ്ട്സ്, ഇവിടം തൊട്ടാണ് നമ്മൾ പ്രകൃതിയുടെ രമണീയത കാണാൻ പോകുന്നത്. നെട്ടേരെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയാം. ഇവിടം തൊട്ട് ഇവിടുന്ന് അവസാനം തീരുന്നത് വരെ നിങ്ങൾ നിർത്താതെ പോകത്തില്ല. അമ്മാതിരി വ്യൂ ആണ് ഗൈസ്, രണ്ട് സൈഡും. നിർത്താതെ പോകത്തില്ല, ഞാൻ ഉറപ്പാണ്, നിങ്ങൾ നിർത്താതെ പോകത്തില്ല. ഇനി ഇവിടെയൊക്കെ നല്ല ഫോട്ടോഷൂട്ടിൻ്റെ സ്ഥലങ്ങളാണ്. ഞാൻ പിന്നെ ഇവിടെ കുറേ സമയം വന്നിരുന്നു. എന്ത് പറയാം ഗൈസ്, ഇത് മനസ്സൊക്കെ അങ്ങ് റിലാക്സ് ആകുമ്പോൾ ഒരു സുഖമുണ്ടല്ല ഗൈസ്, വേറെ ഫീലാണ്. ഇവിടെ മിക്കൊരു ഫോട്ടോ എടുക്കാനാണ് വരുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ ശരിക്കും വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കണം, പൊളിയാണ് ഗൈസ്. ഇത്ര നേരം വണ്ടിയിൽ വന്നതല്ലേന്ന് കരുതി കുറച്ചേരി ഇരിക്കാമെന്ന് വിചാരിച്ച് സൈഡിൽ പോയി അങ്ങ് ഇരുന്നതാണ്. രണ്ട് പൊക്കമെന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എനിക്ക് ലൈനുണ്ടാ എന്ന് പറയണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കണം. എനിക്കെല്ലാം പറയാൻ പറ്റുമോ, എനിക്ക് പെണ്ണില്ലടാ എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ കൂടെ അവർ ആസ്വദിക്കട്ടെന്ന് കരുതി ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി. ഈ പ്ലേസിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു നേരത്തെ. ഇപ്പോൾ അവിടെ ആരൊക്കെ മരിച്ചതുകൊണ്ട് അവരവിടെ അടച്ചിട്ടുണ്ട്. നമുക്കടുത്ത് തൃപ്പരപ്പ് വാട്ടർഫാൾ കാണാൻ പോവാം ഗൈസ്. തൃപ്പരപ്പാണ് ഗൈസ്, തൃപ്പരപ്പ്. ഇത് കറക്റ്റ് നാക്കുളുക്കണ് ഗൈസ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തമിഴ്നാടാണ് കേട്ടോ. ഇവിടെ കയറാനാണെങ്കിൽ 10 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. 10 രൂപയ്ക്ക് നല്ലതാണ്. ഇവിടെ നമുക്ക് വാട്ടർഫോൾ കുളിക്കാം, കളിക്കാം, അറുമാദിക്കാം. അമ്മാതിരി കൊള്ളാം, ബെസ്റ്റാണ് ഇവിടെ. ഇവിടെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ആ മറുഭാഗത്തായിട്ട് ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിൽ പോകുന്നുള്ളവർക്ക് ബോട്ടിങ്ങിൽ പോകാം. അവിടുത്തെ റേറ്റ് എനിക്കറിയത്തില്ല. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കുട്ടികൾക്കുള്ള പാർക്കുമുണ്ട്, ബോയ്സിനും ഗേൾസിനും വന്നിരിക്കാനുള്ള പാർക്കും ഉണ്ട്. എനിവേ നടക്കട്ട് നമുക്കതിലൊന്നും നിലയിടാൻ പോകണ്ട. നിലയിടാൻ നോക്കിയാലും പെണ്ണുമില്ല ഗൈസ്. ഇതാണ് ഗൈസ് 10 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞ് വന്നത്. പക്ഷേ ഇടയ്ക്കയിൽ 150 രൂപ ചെയ്തിട്ടുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. നേരത്തെയൊക്കെ ഇവിടെ വരുമ്പോൾ കണ്ടിട്ടുള്ളത് ഈ 2 വലിയ വെള്ളച്ചാട്ടമല്ലേ, അതിലൊന്ന് ഗേൾസിനും ഒന്ന് ബോയ്സിനാണ്. ഇപ്പോൾ അവിടെ 2 ഒരുമിച്ചാണ് വിളിക്കുന്നത്. അസൂയല്ല ഗൈസ്, എനിക്ക് അസൂയൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ ബോട്ടിങ്ങിൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 200 മീറ്ററിൻ്റെ ദൂരമൊക്കെ ഉള്ളൂ. നമുക്കിതുവഴി അങ്ങ് കുറച്ച് നടക്കാം. ഈ ഇട സൈഡ് കാണുന്നത് ക്ഷേത്രമാണ് കേട്ടോ. അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട്. പ്രതിഷ്ഠ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ച് വരുന്നുണ്ട്. ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഓഡിയോ ഒന്നും റെക്കോർഡായിട്ടില്ല. നേരത്തെ കണ്ട വാട്ടർഫോൾ ഇതുവഴിയാണ് കേട്ടോ പോകുന്നത്. ഈ ഇട സൈഡാണ് വാട്ടർഫോൾ വരുന്നത്. ഇപ്പോൾ കാണിക്കുന്ന സ്ഥലത്താണ് ബോട്ടിംഗ് ഉള്ളത്. നമുക്ക് ഈ പാലം വഴി കയറിക്കും. പട്ടി ഗേസ്, ഇത് അടുത്ത പട്ടി. ഈ പട്ടികൾക്കൊന്നും വേറെ ജോലിയില്ല. എനിക്കാണെങ്കിൽ ഈ പട്ടികളെയും പേടിയാണ്. ഇവിടെ വന്നപ്പോഴാണ് കൊണ്ട് അനാഥപ്രദം പോലെ വെടിവെക്കുന്ന സാധനം എടുത്ത് വെടിവെക്കാൻ തോക്കില്ല. ഒരു ബലൂൺ മാത്രം ഉണ്ടായിരുന്നു ഗൈസ്. ഇതുവഴിയാണ് അടുത്ത് പാലം വരുന്നത്. പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവഴിയാണ്. പാലത്തിൽ കൂടി നടക്കാനും പ്രത്യേക സുഖമാണ്. നല്ല വെള്ളം വരും വേണമെങ്കിൽ പറയണ്ടല്ലോ ഗൈസ്. പോണ വഴിക്കൊരു പാമ്പിനെ കണ്ടു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഞാൻ ക്യാമറ വെച്ചത് ചാടിക്കളഞ്ഞു. ഇപ്പം കാണിച്ചില്ലേ, അവിടെയാണ് ആ വെള്ളച്ചാട്ടം ഉള്ളത്. ഇവിടെയാണ് ഗൈസ് മറ്റേ എന്തോന്ന് അല്ല ബോട്ടിംഗ് ഉള്ളത് ഇവിടെയാണ് ഗൈസ്. ഇവിടെ വെള്ളം എന്ന് പറയുമ്പോൾ സെറ്റാണ് ഗൈസ് കാണാൻ. ഈ പാലം കഴിഞ്ഞ് നടന്നു വരുമ്പം ഇവിടെ ഒരു ഡിനോസറിനെ വെച്ചിട്ടുണ്ട്. ഡിനോസർ അല്ല, മറ്റേ ചൈനക്കാരന്മാരെ ഡ്രാഗനുണ്ട്. ഡ്രാഗൻ്റെ പാതി മണ്ണിൻ്റെ അകത്തും പിന്നാമ്പുറം മുകളിലും വന്നിരിപ്പുണ്ട്. എന്തിനാണോ എന്തോ ഡ്രാഗൻ്റെ അടുത്തുകൊണ്ട് പെൻഗ്വിനെയും വെച്ചിരിക്കുന്നത്. അത് മണ്ടനാണോ എന്തോ. പിന്നെ ഇത് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പടം. തളർന്നു വരുമ്പോൾ ഇവിടെ ഇരിക്കാം. ഗേൾസ് ഉണ്ടെങ്കിൽ സുഖം. താണ്ട് നടന്നു വരുമ്പോൾ 2 ഡോൾഫിൻ ബോളും കടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. പാവല്ലേ. ഇവിടെ സൈഡിലൊക്കെ കുറേ കപ്പിൾസ് ഇരിപ്പുണ്ട്. ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഇതും കൊള്ളാം കേസ്, നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടൊരു വലിയ ജിറാഫിനെ പോട്ട് നിർത്തി പൊളി കേസ്. ജിറാഫ് പറ്റാണ് കേട്ടോ കാണാൻ. പിന്നെ പട്ടി കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിങ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ നിർത്തിയിരുന്നെന്ന് തോന്നുന്നു. അതാണ് ബോട്ടിങ് കേസ്. പയ്യന്മാർ നൈസായിട്ട് ചാടി. ഓക്കെ ഗൈസ്, നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. കുറേ സമയം കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമുക്കിനി പോകണ വഴിക്ക് എന്തെങ്കിലും കാണുമെന്ന് നോക്കാം. ഗൈസ് കിട്ടി ഗൈസ്, കുറേ അണ്ണന്മാരെ കിട്ടി. അയ്യോ, ദേവനെ നോക്കിക്കോ. ദേവൻ സ്കൂട്ടിയിൽ നിന്ന് ബിസ്ക്കറ്റ് മോട്ടിച്ചെടുത്തു. അത് താഴെ ഇടുകയും ചെയ്തു. അയ്യോ പാവ.
എൻ്റെ ഗ്യാസ് ആ കുഞ്ഞിനെ നോക്കിയേ, ഇതല്ല ഇപ്പുറത്ത് 2 കുഞ്ഞിരിപ്പുണ്ട്. യാ മോനെ എന്നാ രസമാണ് കാണാൻ. ഇതൊക്കെ ഞാൻ തിരിച്ച് വരുമ്പോൾ എടുക്കാനാണ് ഗ്യാസ്. ഞാൻ എടുത്തിട്ട് പോയ വീടിനെ വീണ്ടും എടുത്തു, കാരണം അമ്മാതിരി വ്യൂ ആണ് കാണാൻ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അവർക്ക് വീടിരിക്കുന്നു, അത് വീട് തന്നെ. എന്ത് തേങ്ങെങ്കിലും ആവട്ടെ. പിന്നെ നിങ്ങളിത് വരികയാണെങ്കിൽ കുറച്ച് ക്യാഷ് കൂടി കയ്യിൽ കരുതിക്കോ. നല്ല കപ്പയും ചിക്കനൊക്കെ കിട്ടുന്ന കടയുണ്ട്, നല്ല ഫ്രഷ് മീനും. ഇപ്രാവശ്യം ഞാൻ കഴിച്ചില്ല, പൈസ ഇല്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ സ്ഥലമൊക്കെ ഞാൻ പോയിട്ട് തിരിച്ച് നടന്നു വന്നെടുക്കുകയാണ്. എനിക്കറിയാം ഇതിലും ഈ വീഡിയോ കാണുമ്പോൾ അത്ര ഇമ്പാക്റ്റ് ഒന്നും കിട്ടില്ലെന്നറിയാം. നേരിട്ട് വേണം ഗൈസ്. പിന്നെ എൻ്റെ ഫോണും വലിയ ക്ലിയർ ഇല്ല, നിങ്ങൾ ഈ സ്ഥലം നോക്കിക്കോ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ ഗൈസ്. മോനെ നമ്മളെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലമുണ്ട്, അതൊക്കെ അങ്ങ് എൻജോയ് ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നൽ മാത്രമല്ല ഗൈസ്, അടുത്ത് ഇതിനേക്കാളും നല്ല പൊളപ്പം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, ഉറപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചൊന്നും അടുത്ത കിട്ടില്ല വീഡിയോ വരും.